ഒരു വ്യത്യസ്ത രീതിയിലുള്ള മാങ്ങ ഉപ്പിലിടല്. അപ്പൊ ഇനി ചൂടുവെള്ളം ഒന്നും ഒഴിക്കണില്ല. ഇത് എല്ലാ പഴുത്ത മാങ്ങ ഉപ്പിലിടാൻ പറ്റൂല. ദേ പഴുത്ത മാങ്ങ ഉപ്പിലിടുന്നതാണ് നിങ്ങൾ കാണുന്നത്. രണ്ട് കാര്യം പറയാനുണ്ട്. നമ്മുടെ ഇലങ്ങിയുടെ സ്നേഹ സമ്മാനം. സാധാരണ നിങ്ങൾ സ്ഥിരം കാണുന്നത് ഇപ്പൊ 2 കൊല്ലമായിട്ട് മാങ്ങ കിട്ടാത്തോണ്ട് ഇടാറില്ല. പച്ചമാങ്ങ ഉപ്പിലിട്ടതാ. ഇത്തവണ ആ മാങ്ങ തന്നെ വലിയ മാവുമരായതുകൊണ്ട് തറവാട്ടിൽ നിന്ന് ചേട്ടൻ കൊടുത്തു വിട്ടതാണ്. മാവിന്റെ ചോട്ടില് വീണ മാങ്ങ പഴുത്തു തുടങ്ങിയത്. അത് ഒരു പ്രാവശ്യം ഞങ്ങൾ ചേച്ചി പിറക്കി വെച്ച് തന്നത് ഞങ്ങൾ ഉപ്പിലിട്ട് കാണിച്ചായിരുന്നു. നല്ല പുളിയുള്ള മാങ്ങയായതുകൊണ്ട് കുഴപ്പമില്ല. പിന്നെ ഇച്ചിരി മധുരിപ്പുണ്ടാകും, പക്ഷെ നല്ല പുളിയായതുകൊണ്ട് കുഴപ്പമില്ല. നമുക്ക് എടുക്കണ വിധവും കാണിക്കാം. ഇത് പഴുത്ത മാങ്ങയായതുകൊണ്ട് പെട്ടെന്ന് മെൽറ്റായി കിട്ടും. അപ്പൊ ഇനി ചൂടുവെള്ളം ഒന്നും ഒഴിക്കണില്ല. മാങ്ങ കഴുകി വൃത്തിയാക്കി വെള്ളം വാർന്നെടുത്തിട്ടുണ്ട്. പിന്നെ ഇത് ഉപ്പ് കൊണ്ടേ വെച്ചിട്ടുണ്ട്. ഇടാനുള്ള കുപ്പിയും കൊണ്ടേ വെച്ചിട്ടുണ്ട്. കാരണം 8 ഉള്ളതുകൊണ്ട് കുപ്പിയിൽ ഇട്ടാൽ മതി. ഭരണിയിൽ ഇടാൻ മാത്രമൊന്നും ഇല്ല. പഴുത്ത മാങ്ങ ഉപ്പിലിട്ടു എന്ന് കരുതി എല്ലാ പഴുത്ത മാങ്ങ ഉപ്പിലിടാൻ പറ്റൂല. നല്ല പുളിപ്പൻ മാങ്ങയാണെങ്കിൽ ഉപ്പിലിട്ടാൽ വലിയ കംപ്ലൈന്റ് ഇല്ല കേട്ടോ. പച്ചമാങ്ങയുടെ അത്രയും ടേസ്റ്റ് കിട്ടൂല. എനിവേ ഒന്നുമില്ലാത്തപ്പോ ഒന്ന് എടുക്കാലോ. പഴമാങ്ങയുടെ ആ ഒരു രുചി വേറൊരു പുളിയും മധുരവും ഉപ്പും എല്ലാം കൂടെ ചേർത്ത് വേറെ ഒരു ഡിഫറെന്റ് ടേസ്റ്റ് ആണ് മാത്രം. പക്ഷെ മാങ്ങ നല്ലതായതുകൊണ്ട് ഞാൻ ഇപ്പോഴും പറയണു നല്ലതാണിത് എന്നുള്ളത്. അപ്പൊ നമുക്ക് ഒരെണ്ണം മാങ്ങ പിറക്കി കുപ്പിയിലേക്ക് ഇടാം. നല്ല കഴുകി വൃത്തിയാക്കിയ മാങ്ങയാണ്. ഇരിക്കൂലല്ലോ, പെട്ടെന്ന് ആവൂല, മെൽറ്റായി നമ്മളിത് എടുക്കും. 8-10 മാങ്ങ ആകെയുള്ളൂ. അപ്പൊ നിങ്ങളെ കാണിക്കാം കേട്ടോ. ഓക്കെ, ഇടുവാണേ. ചിലതൊക്കെ ചെറുതുണ്ട്. ഇച്ചിരി ഉപ്പിടാം. പെട്ടെന്ന് മാങ്ങയാണെങ്കിൽ ഉപ്പ് വേണമല്ലോ. വെള്ളമൊന്നും ഒഴിക്കണില്ല കേട്ടോ. ചൂടുവെള്ളമൊന്നും ഒഴിക്കണില്ല. വെള്ളം ചൂടാക്കി വെച്ച് ചൂട് ആറി തണുപ്പിച്ച് കഴിയുമ്പോൾ ഇട്ടാൽ നല്ലതാണ്. ഇത് അതിൻ്റെ ആവശ്യമില്ല, പെട്ടെന്ന് മെൽറ്റ് ആവും. ഇതിപ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ മെൽറ്റ് ആവും. ദേ പഴുത്ത മാങ്ങ ഉപ്പിലിടുന്നതാണ് നിങ്ങൾ കാണുന്നത്. 2-3 മാങ്ങ ഇട്ടേച്ച് സ്വല്പം ഉപ്പിട്ടിട്ടുണ്ട്. വീണ്ടും മീതെ മാങ്ങ ഇട്ട് ഉപ്പിട്ടു. ഇത്ര ഉപ്പ് ഇട്ടാൽ മതി, കാരണം പഴുത്ത മാങ്ങ ആയതുകൊണ്ട്. പിന്നെ കുറച്ചുകൂടെ കിട്ടിയായിരുന്നു, പക്ഷെ അതെല്ലാം കംപ്ലീറ്റ് ഡാമേജ് ആയ പോലെ ആയതുകൊണ്ട് അത് നമ്മൾ ഇടുന്നില്ല. ഉള്ള മാങ്ങ കേടായി പോകും. ചിലപ്പോ ഉള്ളത് ചിലപ്പോ കേടായി പോകും. അപ്പൊ ഇതാണ് ഉള്ളത്. പക്ഷെ ഇത് നല്ല രുചിയായിരിക്കും. പണ്ടൊരിക്കൽ നമ്മൾ ഇട്ടതാ. അതെ, ഇട്ടതാ. ചന്ദ്രക്കാരൻ പഴുത്ത. ഇന്ന് മിക്കവാറും വീട്ടിൽ പോയി വരുമ്പോ കൊടുത്തുവിടാൻ ഉപ്പിന്റെ കടപ്പ് ഇതിലേക്ക് നമുക്ക് കുറച്ച് ആഡ് ചെയ്യാം. അല്ല, അങ്ങനെ കിട്ടുവാണെങ്കിൽ ഞാൻ ആഡ് ചെയ്തേക്ക്. ഇത് 2 ദിവസം കൊണ്ട് ഇത് അമങ്ങി താഴത്തേക്ക് പോകും. അപ്പൊ ഇതിന്റെ മീതെ കിട്ടുവാണെങ്കിൽ ക്ലീൻ ആക്കി വെച്ച് അത് വീണ്ടും ഇടാം. ഇത് നമുക്ക് എടുക്കണ്ട, തീരെ മോശം, ഡാമേജ്. അത് പൊക്കത്തിന്ന് വീഴുന്നതാ. വലിയ മാവായതുകൊണ്ട് അതിൽ കയറാനോ എടുക്കാനോ നിവൃത്തിയില്ല. മറ്റേ ഒരു 3-4-5 കൊല്ലം മുമ്പ് വരെ ചേട്ടന് ഇടഭാഗത്ത് ആ മാവേല് കയറി നിന്നേച്ച് വലത്തോട്ടിയും കൊണ്ട് പറിക്കുമായിരുന്നു. ഇപ്പൊ പ്രായമായി, പിന്നെ അത് ശരിയാവൂല. കയറിയ പ്രായം വരുമ്പോ ഏതും നമ്മളത് ശ്രദ്ധിച്ചില്ലെങ്കിലേ മാങ്ങയ്ക്ക് വേണ്ടി കയറി പ്രശ്നം ഉണ്ടായി ശരിയാവൂല്ലോ. അപ്പൊ അത് കാരണം പറിക്കാൻ ആൾക്കാരൊട്ട് വന്നൂല. ഒരുപാട് വർഷം പഴക്കമുള്ള മാവാണ്. അപ്പൊ അതിൽ നിന്ന് താഴെ വീഴുന്നത് പിറക്കി അവിടെ വെച്ചേർന്നതാ. ഇവിടെ നിന്ന് ചെന്നപ്പോ കൊടുത്തു വിട്ടതാണ്. അപ്പൊ ഇനി കിട്ടുവാണെങ്കിൽ ഇട്ട് നമുക്ക് നിറയ്ക്കാം, ഇല്ലെങ്കിൽ ഈ ഫോമിൽ തന്നെ നിങ്ങളെ കാണിക്കാം. അപ്പൊ ഓക്കെ, ഒരു വ്യത്യസ്ത രീതിയിലുള്ള മാങ്ങ ഉപ്പിലിടല് അല്ലേ. ഇത് പഴുത്തതായതുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ ചൂടുവെള്ളം ഒന്നും ഒഴിക്കാത്തതുകൊണ്ട്. ചൂടുവെള്ളം മീൻസ് വെള്ളം തണുപ്പ് മാറ്റി വെച്ച് അത് തണുപ്പ് മാറ്റി ചൂടാക്കുക, എന്നിട്ട് അത് തണുത്തതിന് ശേഷം കുപ്പിയിൽ ഒഴിക്കുക. അങ്ങനെ പ്രക്രിയ ഇതിന് ചെയ്യണില്ല. പച്ചമാങ്ങയ്ക്ക് അങ്ങനെ ചെയ്യും. അപ്പൊ ശരി, ഓക്കെ. ഇപ്പൊ കാണാം. ഇങ്ങോട്ട് വന്നേ. ഇപ്പൊ കാണാം. തന്നെ 2 കാര്യം പറയാനുണ്ട്. തന്നെ കിളുത്ത മൂവാണ്ടമാവായത്. അതില് കഴിഞ്ഞ കൊല്ലം 2-3 ഉണ്ടായുള്ളൂ. കഴിഞ്ഞ മുമ്പത്തെ കൊല്ലം കുറച്ചുണ്ടായിരുന്നു. പിന്നെ അപ്പച്ചനൊക്കെ നട്ട 2-3 മൂവാണ്ടമാവ് ഉണ്ടായിരുന്നു. അതിലെല്ലാം ഇത്തിക്കണ്ണി കയറി മാങ്ങ ഇപ്പം അങ്ങനെ ഉണ്ടാവണില്ല. ഒരേ കൊലയൊക്കെ ഉണ്ടാവും, അത്രേ ഉള്ളൂ. പകല് ഞങ്ങൾ എടുക്കാൻ നോക്കുമ്പോൾ പകല് ഈ സൂര്യ വെളിച്ചത്തിൽ ഇതങ്ങനെ വലുതായി വരുമ്പോ നല്ല ഇതായിട്ട് കിട്ടും. അതുകൊണ്ട് ഇവിടെ ലൈറ്റൊക്കെ വെച്ച് രാത്രിയിൽ സൂം ചെയ്യുവാട്ടോ പടം. അത്രേ ഉള്ളൂ അതില്. മാങ്ങകള് വളരെ കുറവായി തവണ. താഴെ കിടക്കണം, നല്ല രസം. അത് കുഞ്ഞൻ ഇവിടെ ഉണ്ട്, കുഞ്ഞി സുന്ദരി, ആരും കാണാതെ ഒളിച്ചു കിടപ്പുണ്ട്. അതിലും കൂടുതൽ ഒളിച്ചിരിക്കുന്ന ഇവിടെയാ. പുളിയുറുമ്പ് നോക്കുന്നുണ്ട്. പന്തലിന്റെ ഇടയ്ക്ക് നിസർ. ഇത് നല്ല രസമുണ്ട്.
നല്ല ഭംഗിയുണ്ട് അല്ലേ? പിന്നെ വേറെ ഒരു പടവും കൂടെ എടുക്കാൻ അതിന്റെ അടുത്തുള്ള കറിവേപ്പ് പൂത്താക്കണം. അത് പൂത്തല്ല, അത് പകലെടുക്കാം നമുക്ക്. അത്രയും കിട്ടുന്നില്ല. മാങ്ങ എടുക്കേണ്ടത് അത്യാവശ്യം. മാങ്ങ നല്ല രസമുണ്ട്. ഇനി തൂങ്ങി വരുമ്പോ നല്ലതായിരിക്കും. അതെ 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 അതെ.